ഏറ്റവും രുചികരമായ മലയാളിയുടെ സ്വന്തം അടപ്രഥമൻ. വളരെ രുചികരവും അതുപോലെ ക്രീമിയായ നമ്മുടെ അടപ്രഥമനാണ് ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനായി നമുക്ക് അരിയുടെ അടയെടുക്കാം. വലിയ കഷ്ണമൊക്കെ ഒന്ന് ചെറുതാക്കി എടുക്കുകയും ചെയ്യും. അടുത്തതായി കുറച്ച് ചവ്വരി എടുത്ത് പകുതിയോളം നമുക്ക് വേവിച്ചെടുക്കാം. ഇനി വേണ്ടിയത് തേങ്ങാപ്പാലാണ്. ഒരു തേങ്ങ തിരുമ്മി 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്നടിച്ച് 1-ാം പാലും 2 കപ്പ് വെള്ളം ചേർത്ത് ഒന്നടിച്ച് 2-ാം പാലും പിഴിഞ്ഞെടുക്കണം. ഒന്നാം പാലെടുത്തു. 2-ാം പാലും എടുത്തു. ഇനി ആവശ്യത്തിന് ശർക്കര എടുത്ത് വെള്ളവും ചേർത്ത് ഒന്ന് ഉരുക്കിയെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെന്ത് പോവാതെ ഈ അടയെടുത്തൊന്ന് വേവിക്കാം. തീ കത്തിച്ച് പാത്രം വെച്ച് ശർക്കര അരിച്ചൊഴിക്കാം. വേവിച്ചെടുത്ത് തണുത്ത വെള്ളത്തിൽ കഴുകി വാരിയ അട ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പകുതി വേവിച്ച ചവ്വരിയും കൂടെ ഇടാം. അടയുടെ കൂടെ ശർക്കരയിൽ കിടന്ന് ബാക്കി അത് വെന്തുകൊള്ളും. ശർക്കര നല്ല കുറുകി വരുമ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2-ാം പാലിൽ കിടന്ന് ഒന്ന് പറ്റി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫ്ലേവറിനായി ഏലക്കയും വറുത്ത ജീരകവും പൊടിച്ചു വെക്കണം. അതുപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും തേങ്ങാക്കൊത്തും വറുത്തെടുക്കാം. 2-ാം പാൽ ഒഴിച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി 1-ാം പാലാണ് ചേർക്കാനുള്ളത്. പക്ഷേ അതിനു മുമ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതായത് ചവ്വരിയും അടയും നല്ലപോലെ വെന്ത് ട്രാൻസ്പെറൻ്റ് ആയോ എന്ന്. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ എടുത്തു വച്ചേക്കുന്ന 3-ാം പാലോ അല്ലെങ്കിൽ വേറെ വെള്ളമോ ചേർക്കാം. പക്ഷേ പശുവിൻ പാലും 1-ാം പാലും ചേർക്കരുത്. കാരണം തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കരയിൽ അത് ചേർത്താൽ മൊത്തം പിരിഞ്ഞു പോകും. ഇതിപ്പം എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും ജീരകവും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് തീ നല്ലപോലെ കുറച്ച് 1-ാം പാല് ചേർക്കാം. 1-ാം പാല് ചേർത്തിട്ട് പിന്നെ ഒരുപാട് തിളപ്പിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വാങ്ങാം. വാങ്ങി വെച്ച് കഴിഞ്ഞ് ആറുമ്പോൾ കട്ടിയായി പോവുകയാണെങ്കിൽ നമുക്ക് പശുവിൻ പാല് ചേർത്ത് ലൂസാക്കിയെടുക്കാം. അപ്പോൾ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്തൊക്കെ ചേർക്കാം. നല്ല ഒന്നാന്തരം അടപ്രഥമനാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്നത്. അടപ്രഥമൻ റെഡിയായി. നമുക്കിത് നോക്കാം. നല്ല ക്രീമിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. കലോറി ഒരുപാടുള്ള പായസമാണിത്. അതുകൊണ്ട് ക്ഷീണമുള്ളവർക്കൊക്കെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് ക്ഷീണത്തിന് ആശ്വാസം കിട്ടും. നല്ല അടപ്രഥമനാണ്. ട്രൈ ചെയ്യണം എല്ലാവരും.